ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക. അതുപോലെ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ചില സമയത്ത് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ആ സെന്റൻസ് പെട്ടെന്ന് മനസ്സിന്ന് വരുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല, ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു പാർട്ട്ണറുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ തന്നെ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ആരുടെ സഹായവും ഇല്ലാതെ ഇംഗ്ലീഷ് സ്വന്തമായിട്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് തോന്നാം. നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്ക് തന്നെ ഉത്തരങ്ങളും പറയാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ, നമ്മൾ ഇപ്പൊ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തുടക്കം വേണ്ടേ? അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റേണ്ടത്, നമുക്കിപ്പോൾ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ കുറച്ച് വേർബ് അറിയാം, അതായത് ചില പ്രവൃത്തികളൊക്കെ അറിയാം. അതായത് ഇപ്പോ ആസ്ക് ചോദിക്കുക, ഈറ്റ് കഴിക്കുക, ഗോ കം ഡ്രിങ്ക് ലുക്ക് സ്ലീപ്പ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേർബ്, അതായത് പ്രവൃത്തികൾ, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇതിലുള്ള ഏതെങ്കിലും ഒരു 5 പ്രവൃത്തികൾ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ആ പ്രവൃത്തി എഴുതി വെക്കുന്നതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ്, അതായത് നൗൺ ആയിട്ടോ പ്രൊനൗൺ ആയിട്ടോ, ഇപ്പോൾ ഹി ഷീ അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ ആരുടെയും പേര്, അതും കൂടെ ചേർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു സെന്റൻസ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അവൾ കഴിച്ചു അല്ലെങ്കിൽ അവർ പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊന്ന് ഇംഗ്ലീഷിൽ ആദ്യം നിങ്ങൾ എഴുതി നോക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്കത് എങ്ങനെയാണ് എന്ന് ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. നിങ്ങൾ തന്നെയാണ് ഇത് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെയാണ് ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അവൾ കഴിച്ചു, ഇത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആണ്. അവൾ കഴിച്ചു എന്നുള്ളത് ഒരു വേർബ്, കഴിഞ്ഞ സംഭവമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. കഴിക്കുക ഈറ്റ്, കഴിച്ചു ഏറ്റ്. അപ്പൊ അതെങ്ങനെയാണ് ഇപ്പൊ പറയുക? ഷീ ഏറ്റ്. അപ്പൊ നിങ്ങൾ ആ ഒരു സെന്റൻസ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അവൾ കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റും. എന്താണ്? അവൾ എന്താണ് കഴിച്ചത്? അവൾ എന്താണ് കഴിച്ചത്? അപ്പൊ എന്താണ് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വാട്ട് അല്ലേ? അപ്പോ വാട്ട് ഡിഡ് ഷീ ഈറ്റ്? ഡിഡ് ഷീ ഈറ്റ്? ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇത് ഞാൻ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ സംഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ് ആണ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ വേർബ് എപ്പോഴും V1 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈറ്റ്, അത് വേർബ് V1 ആണ്. അപ്പോൾ വാട്ട് ഡിഡ് ഷീ ഈറ്റ്? അത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. വാട്ട് ഡിഡ് ഷീ ഈറ്റ്? അവൾ എന്താണ് കഴിച്ചത്? അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും നിങ്ങൾക്ക് തന്നെ പറയാം, എന്താണ് കഴിച്ചത് എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് പറയുന്നത് കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാം. അവൾ എന്ത് കഴിച്ചു? ഒരു ആപ്പിൾ കഴിച്ചു എന്നോ, അല്ലെങ്കിൽ അവൾ ഒരു പഴം കഴിച്ചു, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതെങ്ങനെ പറയാം? കഴിച്ചു എന്നാണ്, പാസ്റ്റ് ടെൻസിലാണ് ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഷീ ഏറ്റ് എ ബനാന. ഷീ ഏറ്റ് എ ബനാന. അവൾ ഒരു പഴം കഴിച്ചു. ഷീ ഏറ്റ് എ ബനാന. ശ്രദ്ധിച്ചല്ലോ? ഇപ്പൊ നമ്മൾ ആദ്യം എഴുതിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്തായിരുന്നു? അവൾ കഴിച്ചു 2 3, ഇങ്ങനെ 3 കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഈ 3 നിങ്ങൾ എഴുതിയിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യുക? ഇതൊന്ന് ഒന്നിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്നും കൂടെ വായിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഷീ ഏറ്റ്. വാട്ട് ഡിഡ് ഷീ ഈറ്റ്? ഷീ ഏറ്റ് എ ബനാന. ഉണ്ടല്ലോ. ഇപ്പൊ ഇത് നമുക്ക് ചെറിയ 3 സെന്റൻസ് മാത്രമേ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇതിനെ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതങ്ങനെ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടെ ഇത് കാണാതെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. അവർ പോയി. അവർ പോയി. ഇവിടെ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണത്? അവർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ദേ എന്നാണ്. അപ്പൊ പോയി, പോകുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. പോകുക ഗോ, പോയി വെന്റ്. അപ്പോ they went. they went. അത് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ they went എന്ന് എഴുതുക. എന്നിട്ട് ഇംഗ്ലീഷിലാണ് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ടാവും. നിങ്ങൾ മലയാളത്തിൽ തിങ്ക് ചെയ്യാതെ ഇംഗ്ലീഷിൽ തന്നെ ആ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. they went
അപ്പോൾ അവർ എവിടെ പോയി എന്നാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെ. അവർ എവിടെ പോയി, എങ്ങനെയാണ് ഇത് ചോദിക്കുക? എവിടെ, എവിടെ എന്നെങ്ങനെ പറയാം? where. So where did they go? Did they go? Past tense ആയതുകൊണ്ടാണ് did വന്നത്. go ആണ്. ഓക്കെ, went അല്ല. അത് ഓർത്ത് വെക്കുക. എപ്പോഴും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. did വന്നു കഴിഞ്ഞാൽ V1 എന്നുള്ളത് ഓർത്ത് വെക്കുക. So where did they go? അവർ എവിടെ പോയി? അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസറും കൂടെ ഒന്ന് എഴുതി നോക്കൂ. അവർ ഇപ്പൊ കടയിൽ പോയി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോ അവർ പോയി. they went എവിടേക്കാ? to the shop. they went to the supermarket. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. they went to the, to ആഡ് ചെയ്യണേ. എന്താ വെച്ചാൽ ഒരു കടയിലേക്ക്, കടയിൽ എന്നൊക്കെ പറയുമ്പോൾ they went to the shop. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ വരും. they went to the shop. അവർ എന്തിനാണ് പോയത്, അല്ലെങ്കിൽ അവർ എപ്പോഴാണ് പോയത്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നില്ലേ? അപ്പൊ അവർ എപ്പോഴാണ് പോയത്? എപ്പോൾ എങ്ങനെ പറയാം? when. അപ്പൊ when did they go? when did they go? അവർ എപ്പോഴാണ് പോയത്? when did they go? അപ്പൊ അതിന്റെ ആൻസറും കൂടെ നിങ്ങൾ മൈൻഡിൽ കാണുക, എന്നിട്ട് എഴുതി നോക്കുക. ഓക്കെ, when did they go എന്താണത്? they went. എപ്പോഴാണ്? നിങ്ങൾക്ക് രാവിലെ പറയാം, അല്ലെങ്കിൽ ഇന്നലെ പറയാം, എപ്പോ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ they went to the shop. എപ്പോഴാണ്? ഇന്ന് രാവിലെ എന്ന് ഞാൻ പറയുകയാണ്. they went to the shop this morning. അല്ലെങ്കിൽ they went to the shop yesterday. ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയല്ലോ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. അവർ എന്തിനാണ് പോയത്? അവർ എന്തിനാണ് പോയത്? എന്തിനാണ് പോയത്? അതെങ്ങനെ ചോദിക്കാം? എന്തിനാണ്, അല്ലെങ്കിൽ എന്തിന് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? why. so why did they go? why did they go? അവർ എന്തിനാണ് ഷോപ്പിൽ പോയത്? why did they go to the shop? they ആൻസർ എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ, എന്നിട്ട് അത് എഴുതി നോക്കൂ. they went to the shop. ഇപ്പൊ എന്തിനാണ് പോയത്? ചിലപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനായിരിക്കും പോയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ എഴുതുക. they went to the shop to buy vegetables. to buy വാങ്ങിക്കാൻ, to buy എന്താണ്? വെജിറ്റബിൾസ്, പച്ചക്കറി. അപ്പൊ they went to the shop to buy vegetables. കണ്ടല്ലോ? അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി നോക്കുക. ഇപ്പോ അവർ എങ്ങനെയാണ് പോയത്? എങ്ങനെയാണ് പോയത്? അവരിപ്പോ കാറിലാണോ പോയത്, അല്ലെ ബസ്സിലാണോ പോയത്, നടന്നാണോ പോയത്? ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് എഴുതി നോക്കുക. അവർ എങ്ങനെയാണ് പോയത്? എങ്ങനെ, അതങ്ങനെ ചോദിക്കാം. ഹൗ. അപ്പോ ഹൗ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? ഹൗ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? അവർ എങ്ങനെയാണ് കടയിലേക്ക് പോയത്? ഹൗ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? ആൻസർ എന്താ? അതെന്താണ് മൈൻഡിലുള്ളതെന്ന് എഴുതി നോക്കൂ. അവർ എങ്ങനെയാണ് പോയത്? ബസ്സിലാണ് പോയത്. അതെങ്ങനെ എഴുതാം? ദേ വെന്റ് ടു ദ ഷോപ്പ് ബൈ ബസ്. ദേ വെന്റ് ടു ദ ഷോപ്പ് ബൈ ബസ്. കാർ ആണെങ്കിൽ ബൈ കാർ, അങ്ങനെ എഴുതാം. അപ്പൊ ദേ വെന്റ് ടു ദ ഷോപ്പ് ബൈ ബസ്. ഇപ്പോ ഇത്രയും ക്വസ്റ്റ്യനും അതുപോലെ അത് കുറെ ആൻസറും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി അല്ലെ. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം, അവര് ഷോപ്പിൽ പോയോ? അപ്പൊ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? ഇവിടെ ഞാൻ പോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? ആൻസർ എന്താണ്? യെസ് ദേ ഡിഡ്. അവർ പോയി. ഇല്ലെങ്കിൽ നോ ദേ ഡിഡ്ന്റ്. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പൊ ഇതെല്ലാം മൊത്തം നിങ്ങൾ എഴുതി തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ രണ്ടാമതൊന്ന് റീഡ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ? നിങ്ങൾ ഇപ്പൊ ആദ്യം പറഞ്ഞ ഒരു സിമ്പിൾ സെന്റൻസ് എന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വന്നതല്ലേ. അപ്പൊ ആ സിമ്പിൾ സെന്റൻസ് എന്താണ്? ദേ വെന്റ്. അപ്പൊ നിങ്ങൾ ആ എഴുതിയത് മൊത്തം ഒന്നിച്ച് വായിച്ചു നോക്കുക. ദേ വെന്റ്. വേർ ഡിഡ് ദേ ഗോ? ദേ വെന്റ് ടു ദ ഷോപ്പ്. വെൻ ഡിഡ് ദേ ഗോ? ദേ വെന്റ് ടു ദ ഷോപ്പ് ദിസ് മോർണിംഗ്. അപ്പൊ വൈ ഡിഡ് ദേ ഗോ ടു ദ ഷോപ്പ്? They went to the shop to buy vegetables. How did they go to the shop? They went to the shop by bus. ഇനി നിങ്ങൾ വായിക്കുന്ന തേർഡ് ടൈമിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്പീഡിൽ വായിച്ചു നോക്കുക. They went. Where did they go? They went to the shop. When did they go? They went to the shop this morning. Why did they go to the shop? They went to the shop to buy vegetables. How did they go to the shop?
they went to the shop by bus. കണ്ടല്ലോ, അങ്ങനെ സ്പീഡിൽ നിങ്ങളത് കുറേ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഇനി നിങ്ങൾ കാണാതെ ഇത് ഒന്നും കൂടെ നിങ്ങൾ കാണാതെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പറഞ്ഞ് നോക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാനൊരു പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒക്കെ ഞാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ടെൻസിൽ വേണമെങ്കിൽ ഈ സിമ്പിൾ സെന്റൻസ് എഴുതാം. ആദ്യം എഴുതിയിരിക്കുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയായിരുന്നു. ഷീ ഏറ്റ്, അവൾ കഴിച്ചു. രണ്ടാമത്തേത് ദേ വെന്റ്, അവർ പോയി. ഇനി നിങ്ങൾക്കിത് പ്രസന്റ് ടെൻസിലോ ഏത് ടെൻസിലാണോ വേണ്ടത് അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇപ്പൊ ഞാനിവിടെ ദേ വെന്റ് എന്നുള്ളതിന് പകരം ഇപ്പോ ദേ ആർ ഗോയിങ് എന്നെഴുതി. എന്ന് വെച്ചാൽ എന്താ, അവർ പോകുകയാണ് എന്നാണ് എനിക്ക് എഴുതേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ്. ദേ ആർ ഗോയിങ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ച് എഴുതുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. ദേ ആർ ഗോയിങ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും? വേർ ഡിഡ് അല്ല, വേർ ആർ ദേ ഗോയിങ്. എവിടെയാണ് അവർ പോകുന്നത്? വേർ ആർ ദേ ഗോയിങ്. അപ്പോ ദേ ആർ ഗോയിങ് ടു ദ ഷോപ്പ്. അങ്ങനെ വരും. ദേ ആർ ഗോയിങ് ടു ദ ഷോപ്പ്. ഇപ്പൊ ഷീ ഏറ്റ് എന്നുള്ളത് ഷീ ഇസ് ഈറ്റിംഗ്. സോ വാട്ട് ഇസ് ഷീ ഈറ്റിംഗ്? അവൾ എന്താണ് കഴിക്കുന്നത്? കണ്ടോ? അപ്പോൾ അങ്ങനെ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു സംഭവം മാറ്റി നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് നിങ്ങൾ ആദ്യം എഴുതുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം. അപ്പോൾ ഒരു സബ്ജക്റ്റ്, ഒരു വേർബ്, അത് ഏത് ടെൻസിലാണ് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആദ്യം അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കുക, ആൻസർ നിങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത് നിങ്ങളത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ വായിക്കുക, സ്പീഡിൽ വായിക്കുക. പിന്നെ നിങ്ങളതൊന്ന് കാണാതെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരാളോട് ചോദ്യം പെട്ടെന്ന് ചോദിക്കാനും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.